ഇന്നൊരു മഞ്ചൂരിയൻ റെസിപ്പി ആയാലോ? ക്യാബേജ് മഞ്ചൂരി. ഒരു ബൗളിലേക്ക് നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ മൈദയും എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലയും ചേർത്ത് ഉള്ളിവടയുടെ പരുവത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി എന്താ, എണ്ണ ചൂടായി കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ അത് മതിയാവും. പിന്നെ ക്യാരറ്റ്, ഓനിയൻ, ക്യാബേജ് ഒക്കെ കുനുകുനാന്ന് അരിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ചില്ലി ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു ഓനിയൻ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഒന്ന് വാടി തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ആവശ്യത്തിന് കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി 1/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി നല്ലപോലെ കുറുകി വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ബോൾസ് എല്ലാം ഇട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുത്ത കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയ നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായി. ഇനി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.